ഒരു 450 രൂപ ഉണ്ട്. 450 രൂപ? അതിനൊക്കെ ഉള്ളാടോ ഇത്? ഇത് വിലയുള്ള സാധനമല്ലേ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താടോ. എടോ ഇത് മാറ്റി പറഞ്ഞ സാധനമാണ്. താനേ ജ്വല്ലറിന്ന് മേടിച്ചത്? ഞാൻ ആ തങ്കമ്മ ജ്വല്ലറി. വെറുതെ അല്ല, താനിത് മേടിക്കാൻ നേരത്ത് തങ്കമ്മ ജ്വല്ലറിയിലും തങ്കപ്പൻ ജ്വല്ലറിയിലൊക്കെ പോകും. വിൽക്കാൻ നേരത്ത് ഇങ്ങോട്ട് വരും. എടോ ഇത് അതിനുള്ളതേ ഉള്ളൂ. അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും ഒന്ന് കൂട്ടിത്താ. അത് താൻ ഒരു കാര്യം ചെയ്യും, അവിടെ തന്നെ കൊണ്ടേ കൊടുത്ത്. അവിടെ ഇതിലും കുറവാടോ പറഞ്ഞത്. കൊച്ചിന്റെ മോതിരമാണ്, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. എടോ എന്നാ 500 ആക്കിയാറുണ്ട് കേട്ടാ. വലിയ പോവാൻ. ഹലോ, ഇന്നാണല്ലോ പരിപാടി. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വന്നേക്കാം. ശരി ശരി, ഓക്കെ. ഒരു പണിക്കും പോകാതെ മദ്യമായിട്ട് പോയാണ് നാറി. ഇത് അവനല്ലേ? ഇവൻ ഈ കുപ്പി മേടിക്കാൻ വേണ്ടിട്ടാണ് ആ കൊച്ചിന്റെ മോതിരം കൊണ്ടുവന്നിട്ടത്. എടാ നിന്നേടാ, എടാ ഈ കുപ്പി മേടിക്കാൻ വേണ്ടിട്ടാണോ നീ കൊച്ചിന്റെ മോതിരം കൊണ്ടുവന്നിട്ട്? അത് പിന്നെ ഞാൻ കുപ്പി തന്നെ. നീ ഒരു കാര്യം ചെയ്യ്, കടയിൽ പോയിട്ടെ മോതിരം മേടിച്ചിട്ട് കൊച്ചിന്റെ കയ്യിൽ തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞോളാം. അത് പിന്നെ നീ ഒന്നും പറയണ്ട, ഞാൻ പറയണ നിങ്ങള് കേട്ടാ മതി. അല്ല, അത് മദ്യമല്ലത്. പിന്നെ എനിക്ക് കുപ്പി കണ്ട അറിയാൻ പാടില്ല, വെറുതെ നുണ പറയാൻ എനിക്കരുത്. എന്താണ് വെളിച്ചെണ്ണ? എടാ ഇവിടെ ജ്വല്ലറി എടുത്താൽ ഞാൻ തന്നെ പപ്പടം ചുട്ടാണ് കഴിക്കുന്നത്. അപ്പോഴാണ് അവന്റെ ഒരു ആർഭാടം. എടാ സാമ്പത്തിക അച്ചടക്കം വേണോടാ, സാമ്പത്തിക അച്ചടക്കം. എന്നാ പിടി. അവനെ ഫോൺ വിളിച്ചാലും എടുക്കൂല, വീട്ടിൽ ചെന്നാലും കാണൂല. എവരുടെ കാശ്? ഏത് കാശ്? അത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞാ ഒരടവും കൂടി ഉണ്ട്. 2 ആഴ്ച നീ മുങ്ങി കിടക്കണത്. ഒരടവും കൂടി ഉണ്ടോ? അന്ന് അടുത്ത ആഴ്ച തരാം. അടുത്ത ആഴ്ച? ഇതെന്താ കയ്യില്? വിളിച്ചെണ്ണേ, ഇത് ഞാൻ അങ്ങ് അടിക്കാണ്. ബാക്കി 500 രൂപ വീട്ടിലെത്തിച്ചേക്കണം. മോതിരം വിറ്റ കാശും ബില്ലുവാണല്ലോ. എടാ സത്യം പറയടാ, നീ ആ വെളിച്ചെണ്ണ എവിടെ നിന്നാണ് മോഷിച്ചത്? ഞാൻ മോഷിച്ചിട്ടൊന്നുമില്ല. മോഷിച്ചില്ലെന്നാ പറയടാ, എവിടെ നിന്നാണ് മോഷിച്ചത്? നീ വന്നേ, കട ഒന്ന് കാണിച്ചത്. നീ കടയിൽ വരുമ്പോ ഇവിടെ 10 പൈസ ഉണ്ടായിരുന്നില്ല. മോതിരം വിറ്റ കാശാണെങ്കിൽ നിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ മോഷ്ടിക്കാണ്ട് എവിടെ നിന്നാ? ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്നാ മര്യാദക്ക് കട കാണിച്ചാളാ. കട കണ്ടില്ലേ? അയ്യേ, നീ എന്ത് വൃത്തിയാണ് കാണിച്ചത്? നീയല്ലേ വെളിച്ചെണ്ണ കട്ട കട കാണിക്കാൻ പറഞ്ഞത്? അത് വെളിച്ചെണ്ണ ഒന്നുമല്ല, ഞാൻ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോണായിരുന്നു. അതല്ല അവൻ എടുത്തുകൊണ്ട് പോയത്. ഞാൻ കൊണ്ടുപോയി മീൻ പൊരിക്കട്ടെ.